നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടീഷണൽ മീനും വേരിയൻസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ എക്സിൻ്റെയും വൈയുടെയും റേഞ്ച് കണ്ടീഷണലായിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് 0 <x <y <1. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷണൽ റേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനും അതുപോലെ കണ്ടീഷണൽ വേരിയൻസും കാണുന്നത് നോക്കാം. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ, കണ്ടീഷണൽ വേരിയൻസ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനും സാധാരണ എക്സ്പെക്റ്റേഷനും എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. It is given that f of xy is equal to 21x² y cube, 0 <x <y <1, as the joint PDF of two random variables x and y. Find conditional mean and variance of x given y equal to y and expectation of x. അതായത് we have to find expectation of x given y equal to y and variance of x given y equal to y, also expectation of x. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് 21x² y cube അല്ലേ. ഇവിടെ റേഞ്ച് തന്നിട്ടുള്ളത് 0 <x <1 അല്ലെങ്കിൽ 0 <y <1 എന്നല്ല തന്നിട്ടുള്ളത്, 0 <x and it is <y and <1. അപ്പോൾ എക്സ് എപ്പോഴും വൈയേക്കാളും ലെസ് ആണെന്നാണ് ഇവിടെ ആ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That is, here the range of variation of the variables are dependent. അതുപോലെ തന്നെ വൈയുടെ റേഞ്ച് വൈയുടെ കണ്ടീഷണൽ റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സ് <y and <1, എക്സ് <y <1 എന്ന് പറയും. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈയുടെ റേഞ്ച് എന്താണ്, എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ വൈയുടെ റേഞ്ച് എക്സ് <y and <1. അതേപോലെ തന്നെ y ഈക്വൽ ടു വൈ ആകുമ്പോൾ, y ഈക്വൽ ടു സ്മോൾ y ആകുമ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to y ആണ്. അതായത് എക്സ് ഈക്വൽ ടു എക്സ്, എക്സിൻ്റെ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് ആണ് സ്മോൾ എക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സ്മോൾ എക്സ് ആകുമ്പോൾ വൈയുടെ റേഞ്ച് എന്താ വെച്ചാൽ x to 1 ആണ്. അതുപോലെ വൈയുടെ വാല്യൂ സ്മോൾ y ആകുമ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to y ആണ്. നമുക്ക് ഇത് ചെയ്യാനായിട്ട് മാർജിനൽ ഡെൻസിറ്റീസ് വേണം. അപ്പോൾ മാർജിനൽ ഡെൻസിറ്റീസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. മാർജിനൽ ഡെൻസിറ്റി വേണം, അതുപോലെ കണ്ടീഷണൽ ഡെൻസിറ്റി വേണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ്. ദാറ്റ് ഈസ് f1x is equal to integral over y f of xy dy. Usual definition, f1x is equal to integral over the range of y f of xy dy. അപ്പോൾ y ഇൻറ്റിഗ്രേറ്റ് ഔട്ട് ചെയ്താൽ നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കിട്ടും. അപ്പോൾ വൈയുടെ റേഞ്ച് ഇവിടെ നമ്മൾ കണ്ടീഷണൽ റേഞ്ചാണ് കൊടുക്കുന്നത്. വൈയുടെ റേഞ്ച് x to 1 അല്ലേ, നേരത്തെ പറഞ്ഞു. വെൻ x ഈക്വൽ ടു എക്സ് ദ റേഞ്ച് ഓഫ് y ഈസ് ഫ്രം x to 1. അപ്പോൾ വൈയുടെ റേഞ്ച് x to 1 കൊടുത്തു, 21x² y cube dy. Then 21x² is taken outside. As we are integrating with respect to y, x² is taken outside. 21x² into integral x to 1 y cube dy. Therefore, integrating we get, and substituting the range 1 to x, we get 21x² into 1 minus x² by 4. അതാണ് f1x, മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ്. അതേപോലെ തന്നെ അപ്പോൾ മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കിട്ടിയില്ലേ, ഇനി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റേഞ്ച് കൊടുക്കാം. എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റി y ഇൻറ്റിഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഓഫ് എക്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് 0 to 1, 0 <x <1, ഇൻഡിപെൻഡൻറ്റ് റേഞ്ചാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി മാർജിനൽ ഡെൻസിറ്റി ഓഫ് y കണ്ടുപിടിക്കാൻ ഇതേപോലെ ഇൻറ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ കണ്ടീഷണൽ റേഞ്ചാണ് കൊടുക്കേണ്ടത്. അതായത് എക്സിൻ്റെ റേഞ്ച് 0 to y അല്ലേ, എക്സിൻ്റെ റേഞ്ച് 0 to y 21x² y cube dx. അപ്പോൾ f2y നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ y പുറത്തെടുക്കാൻ പറ്റും. 21y cube ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to y x² dy അല്ലേ. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to y. Substituting the range of x 0 to y, we get
21y raised to 6 by 3. That is 7y raised to 6. അപ്പോൾ ഇവിടെ മാർജിനൽ ഡെൻസിറ്റി ഓഫ് y ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ റേഞ്ച് ഓൾറെഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഓഫ് yക്ക് റേഞ്ച് 0 to 1 കൊടുക്കാം. ഇൻഡിപെൻഡൻറ്റ് റേഞ്ച് 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. അപ്പോൾ f2y is equal to 7y raised to 6 or 0 less than y less than 1. The conditional expectation of x given y equal to y. That is integral over x f of x given y equal to y. നിങ്ങൾക്ക് ഡെഫിനിഷൻ അറിയാം അല്ലേ? integral over x into f of x given y equal to y dx. അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റി അല്ലേ, കണ്ടീഷണൽ PDF. അപ്പോൾ f of x y by f2y. f of x given y is equal to f of xy by f2y into dx. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ആണ് കണ്ടത്. അപ്പോൾ ഇവിടെയും കണ്ടീഷണൽ റേഞ്ചാണ് കൊടുക്കേണ്ടത്. റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണേ. അപ്പോൾ എക്സിൻ്റെ കണ്ടീഷണൽ റേഞ്ച് 0 to y കൊടുക്കുക. 0 to y എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 21x² y³ അതുപോലെ f2y എന്നുള്ളത് 7y raised to 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു dx. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 21/7y³ ഇൻറ്റു എക്സ് റേസ് ടു 4/4 പിന്നെ റേഞ്ച് 0 to y. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3y/4 കിട്ടും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ y ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു 3y/4. ഇപ്പോൾ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ആണ് അല്ലേ. ആൻഡ് ദ റേഞ്ച് ഇസ് ഫ്രം y ഈക്വൽ ടു y. y ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ yക്ക് എവിടം വരെ കൊടുക്കാം റേഞ്ച്? 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. അതേപോലെ തന്നെ കണ്ടീഷണൽ വേരിയൻസ് കാണാനായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x² കണ്ടുപിടിക്കണം അല്ലേ. ഫോമുല നിങ്ങൾക്കറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഗിവൺ y ഈക്വൽ ടു y മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ഗിവൺ y ഈക്വൽ ടു y. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² ഗിവൺ y ഈക്വൽ ടു y ചെയ്യുക. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എക്സിന് പകരം x² കൊടുക്കുക. അപ്പോൾ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ കണ്ടീഷണൽ റേഞ്ച് ഓഫ് എക്സ് ആണ് കൊടുക്കേണ്ടത്. കണ്ടീഷണൽ റേഞ്ച് ഓഫ് എക്സ് എന്താ? 0 to y അല്ലേ. അതായത് ഇവിടെ ആ റേഞ്ച് നോക്കുമ്പോൾ മനസ്സിലാവും 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to yയും കണ്ടീഷണൽ റേഞ്ച് 0 to yയും വൈയുടെ റേഞ്ച് x to 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ റേഞ്ച് മാത്രമാണ് വേണ്ടത്, കാരണം കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ അല്ലേ. അപ്പോൾ കണ്ടീഷണൽ റേഞ്ച് ഓഫ് എക്സ് കൊടുത്തു 0 to y. അപ്പോൾ 0 to y x² ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² സാധാരണ മറ്റേതുപോലെ തന്നെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 3/5y². ഇനി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റേഞ്ച് കൊടുക്കാം 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. വൈയുടെ റേഞ്ച് 3/5y². y എന്താ? വൈയുടെ റേഞ്ച്. ഇനി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റേഞ്ച് കൊടുക്കാം 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² ആണ് കിട്ടിയത്. ഇനി വേരിയൻസ് ഓഫ് എക്സ് കാണണം. വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ y ഈക്വൽ ടു y കാണണം. അപ്പോൾ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3y²/80 എന്ന് കിട്ടും. 3y²/80. അതേപോലെ തന്നെ ഇവിടെയും റേഞ്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ എഴുതിയിട്ടില്ല. വൈയുടെ റേഞ്ച് എന്താ? 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ y ഈക്വൽ ടു y ഈസ് 3y²/80 where y ranges from 0 to 1. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇത് സാധാരണ എക്സ്പെക്റ്റേഷനാണ്, കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ഒന്നുമല്ല. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു f1x dx. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻറ്റ് എക്സ്പെക്റ്റേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി മാർജിൻ ഡെൻസിറ്റി കാണാനായിട്ട് കണ്ടീഷണൽ റേഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് റേഞ്ച് കൊടുക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് ഇൻഡിപെൻഡൻറ്റ് റേഞ്ച് കൊടുക്കാം. എക്സിൻ്റെ റേഞ്ച് 0 to 1. ഇവിടെ കണ്ടീഷണൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലാണ് നമുക്ക് കണ്ടീഷണൽ റേഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ f1x നമ്മൾ ഓൾറെഡി അതിൽ നിന്ന് ഇൻറ്റഗ്രേറ്റ് ഔട്ട് ചെയ്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 21/4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 x³ മൈനസ് x raised to 7 dx. അപ്പോൾ സാധാരണ പോലെ തന്നെ f1x നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
എഫ് വൺ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് വൺ എക്സ് ഡി എക്സ് അല്ലേ. ഇപ്പോൾ റേഞ്ച് 0 to 1 ആണ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് റേഞ്ചാണ് കൊടുക്കേണ്ടത്. ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട് 21/4 ഇൻറ്റു 1/8. ഇനി ഇതേപോലത്തെ പ്രോബ്ലം ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ കണ്ടീഷണൽ റേഞ്ച് വന്നാൽ എങ്ങനെയാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ വേരിയൻസ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കണ്ടീഷണൽ റേഞ്ചാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാർജിൻ ഡെൻസിറ്റി കാണാനും അതുപോലെ തന്നെ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷനും അതുപോലെ വേരിയൻസ് കാണാനൊക്കെ നമുക്ക് കണ്ടീഷണൽ റേഞ്ചാണ് കൊടുക്കേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കണ്ടീഷണൽ റേഞ്ച് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ആണ് കണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ വൈയുടെ റേഞ്ച് കണ്ടീഷണൽ റേഞ്ച് കൊടുക്കുക. അപ്പോൾ അതാണ്. പിന്നെ അതേപോലെ ഒരു പ്രോബ്ലം ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്യണം. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.